എറണാകുളം ജില്ലയിലെ പാരിയത്തുകാവ് മലയിടംതുരുത്തിലെ പട്ടികജാതി കോളനി ഒഴിപ്പിക്കുന്ന ആ ഒരു നീക്കം ഇപ്പോൾ വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ അതൊരു രാഷ്ട്രീയ വിവാദമായി തീർന്നിരുന്ന ആ ഒരു കാര്യത്തിലേക്ക് കൂടി വരുന്നു. 10 വർഷമുണ്ടായിരുന്ന സർക്കാർ ഒന്നും ചെയ്യാതെ ഇപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു ആരോപണവും കനപ്പെടുകയാണ്. നമുക്കൊപ്പം സ്ഥലം MLA VP സജീന്ദ്രൻ കൂടി ചേരുന്നു. അപ്പോൾ CPM വളരെ പ്രത്യക്ഷമായി സമരരംഗത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീങ്ങുകയാണ്. 10 വർഷമായി എന്ത് ചെയ്യുകയായിരുന്നൊരു ചോദ്യം, വലിയ ചോദ്യം അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ സർക്കാരിൻ്റെ പുതിയ നീക്കം എന്താണ്, എങ്ങനെയാണ് ഇതിന് രാഷ്ട്രീയപരമായി കാണുന്നത്? ഈ കേസ് തുടങ്ങുന്നത് 1984 പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിലാണ്. നീണ്ട വർഷങ്ങളുടെ ഒരു കേസായിട്ടാണ് ഇത് പര്യവസാനിച്ചത്. ഇത് സർക്കാർ ഭൂമിയല്ല, ഇത് സ്വകാര്യ ഭൂമിയാണ്. ആ സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള കേസിൽ അവസാനം ഈ സ്ഥല ഉടമസ്ഥന് സുപ്രീം കോടതി വിധി അനുസരിച്ച് തീരുമാനം വന്നു. അതിനുശേഷം പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി തന്നെ ഇതിൻ്റെ എക്സിക്യൂഷൻ പെറ്റീഷൻ 4 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഫയൽ ചെയ്തു. ഇതിൻ്റെ സ്ഥല ഉടമസ്ഥൻ എക്സിക്യൂഷന് വേണ്ടി ഒരു അഡ്വക്കേറ്റിനെയും അതേപോലെ തന്നെ ആമീനെയും ചുമതലപ്പെടുത്തി. അതിൻ്റെ ഭാഗമായിട്ട് 15 തവണയാണ് എക്സിക്യൂഷന് വേണ്ടി വന്നത്. UDF സർക്കാർ വന്നതിന് ശേഷം സർക്കാർ സത്യപ്രതിജ്ഞ 2-ാം ദിവസമാണ് 15ാമത്തെ സത്യപ്രതിജ്ഞ ഈ തവണ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഒഴിപ്പിക്കാൻ അറിഞ്ഞപ്പോൾ അവിടെ പോലീസുമായുള്ള ചെറിയ സ്വാരസ്യങ്ങളുണ്ടായി. അറിഞ്ഞ ഉടൻ തന്നെ MLA എന്നുള്ള നിലയിൽ ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അപ്പോൾ തന്നെ ഇടപെട്ട് പോലീസിൻ്റെ രീതിയിൽ ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് അവിടെ പര്യവസാനിച്ചു. അപ്പോൾ UDF സർക്കാർ വന്നപ്പോൾ ഇവരെ ഇറക്കിവിടാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിലെ ആളുകൾ വലിയ ക്യാമ്പയിൻ അങ്ങ് ആരംഭിച്ചു, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് 14 പ്രാവശ്യമാണ് LDF സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ 10ാമത് പ്രാവശ്യം വന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ 80 ദിവസത്തോളം ജയിലിലടച്ചു. അതൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊന്നും എല്ലാവരും ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയില്ല, ഇപ്പോൾ ആണ് ആളുകൾ ഇത് അറിയുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ പാവങ്ങളെ സംരക്ഷിക്കാനാണ് UDF സർക്കാരിൻ്റെ തീരുമാനം. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഇടപെട്ട് ഈ ജില്ലയുടെ ചുമതലയുള്ള റോജി M. ജോണിനെ ചുമതലപ്പെടുത്തുകയും എന്നോടും അതിൻ്റെ ഭാഗമാകാൻ പറയുക. ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞ ദിവസം ഈ ഉന്നതിയിലെ കുടുംബങ്ങളുമായി നേരിട്ട് സംസാരിച്ചു. അവരുടെ വിഷമങ്ങളൊക്കെ കേട്ടു. വിഷമങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വിഷയം തീർക്കാൻ സാവകാശം വേണം. അപ്പോൾ തന്നെ വീണ്ടും അഡ്വക്കേറ്റ് കമ്മീഷൻ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാവകാശം വേണം അവരുമായിട്ട് സംസാരിച്ചൊരു ധാരണയിലെത്താൻ വേണ്ടി. അതിനുവേണ്ടി AG ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരായി. AG കോടതിയിൽ ഹാജരായപ്പോൾ കോടതി 2 ആഴ്ചത്തെ സമയം ഇന്ന് അനുവദിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് CPM നടത്തുന്ന കള്ളക്കളിയാണ്. ഇവിടെ രാജീവ് മുൻ മന്ത്രി എത്തുന്നു. അദ്ദേഹം 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട്. മന്ത്രിയായിരുന്നപ്പോൾ ഒരു ദിവസം പോലും 14 തവണ കുടിയിറക്കലുണ്ടായിട്ടും വന്നില്ല. അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഇന്ന് വരുമെന്ന് കേൾക്കുന്നു. അപ്പം ഇവരെ ആരെയും കണ്ടില്ല. മുൻ മന്ത്രി ബിന്ദു ഓടി വരുന്നു. നമുക്ക് സന്തോഷമുള്ളൂ. ഇതിന് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതിനൊക്കെ പ്രശ്നം പരിഹരിക്കാമായിരുന്നല്ലോ. എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ഉന്നതിക്ക് ഒരു 2-3 കിലോമീറ്റർ മാറി പട്ടികജാതിക്കാർക്ക് വേണ്ടി LDF ഭരണകാലത്ത് ഈ സ്ഥലവും വീടുമില്ലാത്തവർക്ക് അവിടെ സ്ഥലം മേടിച്ചു. അവിടെ വീട് പണി പൂർത്തിയാക്കി ഇപ്പോഴും കിടക്കുക. നിങ്ങൾക്ക് നാളെ പോയി ഇന്ന് പോയാൽ കാണാൻ പറ്റും. അത് CPMൻ്റെ തൃക്കാക്കര നിയോജക മണ്ഡല LDF സ്ഥാനാർത്ഥിയായിരുന്ന പുഷ്പാദാസിൻ്റെ ഭർത്താവിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥലം വാങ്ങിയത്. ആധാരമെടുത്ത് പരിശോധിച്ചാൽ അറിയാൻ കഴിയും, പുഷ്പാദാസിൻ്റെ ഭർത്താവാണ് സാക്ഷിയായി ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ പുഷ്പാദാസ് അന്ന് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിവരം. അവിടെ ആ പട്ടികജാതിക്കാർക്ക് വാങ്ങി പകുതി പൂർത്തിയാക്കിയ ആ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് ആ വഴിയുണ്ട് എന്ന ആധാരത്തിൽ കളവായി കാണിച്ചിട്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചത്. എന്നാൽ അവിടേക്ക് വഴിയില്ലായിരുന്നു. വഴിയില്ലാത്ത സ്ഥലത്ത് ഭീമമായ തുക ഈ സ്ഥലത്തിന് ആധാരത്തിൽ കാണിച്ച് അത് തട്ടിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഈ പാവപ്പെട്ട ഈ വീട് കിട്ടിയ ആളുകൾക്ക് പുനരധിവസിപ്പിക്കാൻ ഈ പറയുന്ന അന്നത്തെ MLA, ഈ ഇപ്പം വലിയ പട്ടികജാതിക്കാർക്ക് വേണ്ടി വാദിക്കുന്ന MLA കണ്ടില്ല, CPMൻ്റെ ഒരാളെയും കണ്ടില്ല. കാരണം ഈ കള്ളപ്രമാണം ഉണ്ടാക്കുകയും ഇപ്പോഴും ഇതിൻ്റെ എല്ലാം പിന്നിൽ CPMന് ഉന്നതരായ ആളുകളായതുകൊണ്ട്
വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചിട്ട് തെളിയാതെ കിടക്കുകയാണ്. കറക്റ്റ് തെളിവുകളുണ്ടായിട്ടും ഇതിൻ്റെ അകത്ത് ആധാരം എഴുതിയ ആൾ, സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്ന ആൾ, ആധാരം രജിസ്റ്റർ ചെയ്ത ആൾ, ഇവരെല്ലാം ഇതിൻ്റെ അകത്ത് യഥാർത്ഥ പ്രതികളാണ്. അപ്പോൾ ഈ പറയുന്ന ഈ പട്ടികജാതിക്കാരെ പോലെ തന്നെ ഇവർക്കിപ്പോൾ ഇവിടെ കിടക്കാനെങ്കിലും സ്ഥലമുണ്ട്. അവരെവിടെയോ തെരുവി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പുറമ്പോക്കി കിടക്കുകയാണ്. അവരുടെ വിഷയത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലം ഇത്രയും നീതികേട് കാണിച്ചിട്ടും ഈ ഉന്നതിയിലേക്ക് വരുന്ന CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അവിടെയും കൂടെ പോകണ്ടേ? മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. അല്ല, ഇതിപ്പോൾ ഈ LDF ഗവൺമെൻറ് മാറി UDF വന്നപ്പോൾ കിട്ടിയൊരവസരം ഈ ഗവൺമെൻറ് ഇത്ര വേഗത്തിൽ ഇടപെടുമെന്നൊന്നും ഇവരാരും കരുതിയില്ല. അപ്പോൾ ഈ പാവങ്ങളെ തെരുവിലിറക്കി ഇവരെ പരമാവധി ദ്രോഹിക്കാനുള്ള ഒരു നിലപാടാണ്. ഒരിക്കലും ഇത് തീരരുതെന്നാണ് ഇവരുടെ ആഗ്രഹം. CPM-ൻ്റെ ആഗ്രഹം ഇതൊന്നും തീരരുത്, ഇങ്ങനെ കത്തി നീറി നിൽക്കണം. അതാണ് അവരിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥതയില്ല എന്ന് തന്നെയാണോ? 100% ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ 4 വർഷത്തിനിടയിൽ 14 തവണ വന്നു പോകുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ അന്നത്തെ MLA മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ജില്ലയിലെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നല്ലോ. വളരെ സമാധാനപരമായിട്ട് പരിഹാരം ഉണ്ടാക്കേണ്ട ഒരു വിഷയം ഇതിങ്ങനെ കത്തിച്ച് ഇത് നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ സർക്കാർ വിഷയം പരിഹരിക്കുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും പരിഹരിക്കാൻ വേണ്ടിയാണല്ലോ ഈ സമയം പോലും കൂട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ അവധി കിട്ടിയതൊക്കെ അവർക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ട്. കാരണം ഇത് അവധി കിട്ടിയതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഇതൊരിക്കലും തീരുമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഉന്നതിയിലെ ജനങ്ങളുടെ പ്രശ്നം സംസ്ഥാന സർക്കാർ ഇടപെട്ട പരിഹരിക്കും എന്ന് തന്നെയാണ് സ്ഥലം MLA VP സജീന്ദ്രൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവർക്ക് വേണ്ടി സമരരംഗത്തിറങ്ങിയിട്ടുള്ള CPM-ന് ഇതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.